ശ്രീയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. ജനറൽ സെക്രട്ടറി MA ബേബി പോലും അറിയാതെയാണ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിന് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ പോകുമോ എന്നതാണ് ആശങ്കയെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. ആരും അറിയാതെ ഏത് രാഷ്ട്രീയ തീരുമാനവും തിരുത്തുന്ന ആരാണ് സർക്കാരിലുള്ളതെന്നും സമസ്ത ചോദ്യമുയർത്തുന്നു. സാനിയോ മനോമി നമുക്കൊപ്പം. സാനിയോ മനോമി, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം തുറന്നടിക്കുകയാണ്. അപ്പോൾ തലകുത്തി നിൽക്കുകയാണോ എന്നുള്ള ചോദ്യമല്ലേ ഇപ്പോൾ PM ശ്രീയിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ആ ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് ബിനോയ് വിശ്വത്തിനൊന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ വരുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് എന്നാണ് സമസ്ത മുഖപത്രം പറയുന്നത്. മാത്രവുമല്ല, CPI അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചപ്പോൾ ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കൂ എന്നാണ് അന്ന് MA ബേബി പറഞ്ഞത്. എന്നാൽ 6 ദിവസം മുൻപ് MA ബേബി പോലും അറിയാതെയാണ് ഈ ഒരു ഇതിൽ PM ശ്രീയിൽ ഒപ്പിടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പാർട്ടിയോ മുന്നണിയോ മന്ത്രിമാരോ ഒന്നും അറിയാതെ ഏത് രാഷ്ട്രീയ തീരുമാനവും തിരുത്തി കുറിക്കാനുള്ള ആരാണിപ്പോൾ സർക്കാരിലുള്ളതെന്ന് വ്യക്തമാക്കണം എന്നും സമസ്ത പറയുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അപ്പടി കാവ്യവൽക്കരണത്തിൻ്റെതാണെന്നാണ് ഇതുവരെ ഇടത് ബുദ്ധിജീവികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ 15 അപകടങ്ങളെക്കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ലേഖനം എഴുതുക പോലും ചെയ്തിട്ടുമുണ്ട്. PM ശ്രീയിൽ ഒപ്പുവയ്ക്കില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒരു ദിവസം ചോദിക്കുകയാണ് NEP-യിൽ എന്താണ് കുഴപ്പമെന്ന്. ഈ കാര്യമടക്കം സമസ്ത ഉയർത്തിക്കാട്ടുന്നുണ്ട്. കൂടാതെ CPI-യുടെ എതിർപ്പിനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഏത് CPI എന്നാണ് സംസ്ഥാന സെക്രട്ടറി തിരിച്ചു ചോദിച്ചതെന്നും സമസ്ത മുഖപത്രം പറയുന്നുണ്ട്. സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ